ആലപ്പുഴ ഹരിപ്പാട് സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡയാലിസിസ് കഴിഞ്ഞു മടങ്ങിയ 2 പേർ മരിച്ചതിൽ ആരോപണവുമായി ബന്ധുക്കൾ. ഡിസംബർ 29-ന് ഡയാലിസിസ് ചെയ്ത് മടങ്ങിയ ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ, കായംകുളം സ്വദേശി മജീദ് എന്നിവരാണ് മരിച്ചത്. ഡയാലിസിസ് സെന്ററിലെ അണുബാധയാണ് മരണകാരണം എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് അവർ പറഞ്ഞില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞില്ല, അണുബാധയാണെന്ന്. നമ്മൾ ബ്ലഡ് ഹരിപ്പാട്ട് ആശുപത്രി വെച്ച് തന്നെ ബ്ലഡ് പരിശോധിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ബ്ലഡിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ബ്ലഡ് പരിശോധിച്ചതിനകത്ത്. അല്ലാതെ ഒരു ഇൻഫെക്ഷൻ എല്ലാ മാസവും ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഇവരുടെ മാസത്തിൽ 1-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയ്ക്ക് അവർക്ക് എല്ലാ മാസവും ബ്ലഡ് പരിശോധിക്കുന്ന. വീട്ടിൽ നിന്നുണ്ടായതാണെങ്കിൽ വീട്ടിൽ ഒരാളല്ലല്ലോ ചെയ്യുന്നത്. അവിടെ അത്രയും പേര് ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ല. അത്രയും പേര് ചെയ്ത 7 പേര് ചെയ്തതിൽ 5 പേർക്കും വിറയിലും വയറിളക്കവും ഛർദ്ദിച്ച് ഭർത്താവ് ബ്ലഡ് വരെ ഛർദ്ദിച്ചായിരുന്നു. സെന്ററിലെ പ്രശ്നങ്ങളല്ല മരണകാരണം എന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടി. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ, അങ്ങേയറ്റം ഗൗരവമുള്ള ഗുരുതരമായ ആരോപണമാണ് ആ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. സ്ഥലം MLA ആയ രമേശ് ചെന്നിത്തലയുടെ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ആ പരാതിയിലാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിൽ ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം ഇപ്പോൾ വരുന്നുണ്ട്. സെന്ററിലെ പ്രശ്നങ്ങളല്ല എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. എന്താണ് നമ്മളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ? വിജയകുമാർ, കഴിഞ്ഞ 29-ാം തീയതിയാണ് ഈ ഡയാലിസിസ് നടക്കുന്നത്. അന്ന് 29 പേരാണ് ഡയാലിസിസിന് ഈ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ വിധേയരായത്. അതിൽ 6 പേർക്ക് ശാരീരിക അസ്വസ്ഥതകൾ തൊട്ടടുത്ത ദിവസം മുതലും നടന്ന ദിവസം രാത്രി മുതലുമൊക്കെ ഉണ്ടായി. അതിൽ 3 പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തു. അതിൽ 2 പേരാണ് 30-ാം തീയതിയും ഇന്നലെയുമായി മരിച്ചത്. ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകളും വലിയ മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഈ സ്വകാര്യ ആശുപത്രികളടക്കം നടത്തിയ പരിശോധനയിൽ ഡയാലിസിസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായതെന്നായി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കുടുംബം ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെൻ്ററിലേക്ക് ഈ വിവരം അറിയിക്കുന്നത്. അത് അണുബാധയാണ് എന്നുള്ള ഒരു വിഷയമാണ് കുടുംബം ഇപ്പോൾ പരാതിയായി പറയുന്നത്. ഇന്നത് ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കുടുംബത്തിൻ്റെ 2 കുടുംബങ്ങളും പരാതിയായി നൽകിയിട്ടുണ്ട്. അതിന് പുറമെ ഇന്നലെ ഈ പ്രശ്നമുണ്ടായതിന് പിന്നാലെ സ്ഥലം MLA കൂടിയായ രമേശ് ചെന്നിത്തല ആരോഗ്യമന്ത്രിയെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അദ്ദേഹം വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രി അടിയന്തരമായി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇന്ന് മന്ത്രിക്ക് കൈമാറും. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം അത്തരത്തിലൊരു വീഴ്ച ആശുപത്രിയിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഡയാലിസിസ് യന്ത്രത്തിലടക്കം ഒരു അണുബാധയും കണ്ടെത്താനായില്ല. ഇന്നലെ പരിശോധന നടത്തിയെന്നതാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. പക്ഷേ എന്താണിതിൽ കൃത്യമായ സംഭവം നടന്നത് എന്നറിയണമെങ്കിൽ ആരോഗ്യമന്ത്രി തുടർ നടപടികളിൽ ഒരു വിദഗ്ധാന്വേഷണ സമിതിയേക്ക് നിയോഗിച്ച് അവർ നടത്തുന്ന പരിശോധനയിൽ മാത്രമേ ഈ 2 മരണങ്ങളുടെ കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാവുകയുള്ളൂ. അതേസമയം ഇവരുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ ഇന്നലെ കുടുംബം സമ്മതിച്ചില്ല എന്നുള്ളതാണ് ആശുപത്രി പറയുന്ന മറ്റൊരു വിശദീകരണം. അതിൽ കുടുംബത്തിൻ്റെ വിശദീകരണം, ഇന്നലെ 3 മണിക്കാണ് രാമചന്ദ്രൻ്റെ സംസ്കാരം നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുന്നത് 2:15-നാണ്. അതായത് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം വേണമെന്ന് പറയുന്നത്. അവിടെ ഉണ്ടായ ആശയക്കുഴപ്പമാണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകാൻ കഴിയാതിരുന്നതെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും അന്വേഷണം നടക്കണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. വിജയകുമാർ. യെസ്, ഏതായാലും ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകുന്ന റിപ്പോർട്ട് ഇതിൽ നിർണായകമായിരിക്കും. സമാന ലക്ഷണങ്ങളോടെയാണ് 2 പേർ മരിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ, ഡയാലിസിസ് സെൻ്ററിലെ പിഴവുകളുണ്ടോ എന്നതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നതും ഗൗരവമുള്ള വിഷയമാണ്. ഒരു പക്ഷേ വൈകുന്നേരത്തോടെ അതിൽ കുറെ കൂടി വ്യക്തത ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്, ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.